ബ്രസീൽ ആരാധകർക്ക് സന്തോഷ ദിനം. സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബ്രസീൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നാമതെത്തിയിരിക്കുന്നു. 981 ദിവസങ്ങൾക്ക് ശേഷം സുൽത്താൻ നെയ്മർ ജൂനിയർ ബ്രസീലിനായി കളത്തിലിറങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടും ബ്രസീൽ ആരാധകർക്കും നെയ്മർ ആരാധകർക്കും മനം കവർന്ന ദിവസമായിരുന്നു ഇന്നത്തേത്. ഈ വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഏറ്റവും ഫോമിൽ കളിക്കുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ആണ് ആദ്യ ഗോൾ നേടുന്നത്. റയാന്റെ അസിസ്റ്റിൽ നിന്നാണ് വിനീഷ്യസ് ആദ്യ ഗോൾ അടിക്കുന്നത്. ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചുറി ടൈമിൽ ഗുയ്മറിസിന്റെ അസിസ്റ്റിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ തന്റെ 2ാമത്തെ ഗോളും നേടി ബ്രസീലിന്റെ ലീഡ് വർദ്ധിപ്പിച്ചു. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ 2-0 ബ്രസീൽ മുന്നിലായിരുന്നു. 60-ാം മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞയാണ് ബ്രസീലിനായി 3ാമത്തെ ഗോൾ നേടുന്നത്. എന്നാൽ ഈ 3 ഗോളിനേക്കാളിലും ഇമ്പാക്റ്റോട് കൂടിയ ഐറ്റം കിട്ടിയത് 75-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷനായി ഇറങ്ങിയ നെയ്മർ ജൂനിയർ ആയിരുന്നു. 981 ദിവസങ്ങൾക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ ബ്രസീലിനായി കളത്തിലിറങ്ങുന്നത്. എന്തായാലും റൗണ്ട് ഓഫ് 32-ൽ ആദ്യ 11-ൽ തന്നെ നെയ്മറിനെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്രസീൽ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ബ്രസീലിന്റെ അറ്റാക്കിംഗ്. ഈ വേൾഡ് കപ്പിൽ 3 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളടിച്ച് വിനീഷ്യസ് ജൂനിയറും 3 ഗോളുകൾ നേടി മാത്യൂസ് കുഞ്ഞയും മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഇതിന്റെ ഒപ്പം നെയ്മർ ജൂനിയർ കൂടി വന്നാൽ മികച്ച പ്രകടനമായിരിക്കും ബ്രസീൽ ഇനിയുള്ള കളികളിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. എന്തായാലും ഉറക്കമുളച്ച് മത്സരം കണ്ട ബ്രസീൽ ആരാധകർക്കെല്ലാം തന്നെ ഇനി സന്തോഷത്തോടെ ഉണർന്നിരിക്കാം.